കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സന്ധ്യയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് ഒരു ഈവനിങ്ങോടെ ദൈവത്തിന്റെ വചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് നൽകുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനിങ്ങനെ സ്ക്രീനിലൂടെ ഒക്കെ പോകുമ്പോൾ ഒരു പാസ്റ്റർ അനിൽ പി ജോർജിനെ ഞാൻ കാണുന്നുണ്ട്. പ്രൊഫൈൽ പിക്ചറും ഉണ്ട് അതിനകത്ത്. അദ്ദേഹം എനിക്ക് വളരെ അടുത്ത ആൾ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനാണ്. എൻ്റെ സഹോദരന്റെ സഹപാഠി, കൂടാതെ ചെറുപ്പം മുതലേ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ദൈവദാസനെ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്, പാസ്റ്റർ അനിൽ പി ജോർജ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ചർച്ച് ലീഡേഴ്സ്, ദാസിദാസന്മാർ, നിങ്ങളോടുള്ളതെല്ലാം എൻ്റെ നന്ദി അറിയിക്കുന്നു. നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇന്ന് സന്ധ്യയിലെ ദൈവവചന ചിന്തയിലേക്ക് കടക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ ഒരു സെഷനിൽ ഞാൻ സംസാരിച്ചത് നനയ്ക്കാത്ത നാഴികയെക്കുറിച്ച്, മനുഷ്യപുത്രൻ വരുന്ന നാഴികയെക്കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. അതിൻ്റെ ഒരു മൂന്നാം ഭാഗം സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും ഇന്ന് ഞാൻ അതിലേക്ക് കിടക്കാതെ ആ ഒരു ഭാഗം അടുത്തൊരു ദിവസത്തേക്ക് ഞാൻ മാറ്റി വെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവാത്മാവ് എനിക്ക് വളരെ ഹൃദയത്തിൽ നിർബന്ധത്തോടുകൂടി ഇടപെടുന്ന ഒരു ഭാഗം ഇന്ന് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. സങ്കീർത്തനങ്ങൾ 30-ാം സങ്കീർത്തനം, സാംസ് 30, അതിന്റെ 5-ാമത്തെ വാക്യം വളരെ ശക്തമായ ദൈവത്തിന്റെ ആത്മാവിൽ എന്നോട് ഇടപെടുവാൻ ഇടയായി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 30, സാംസ് 30, ചാപ്റ്റർ വേഴ്സ് 5, 30-ാം സങ്കീർത്തനം, അതിന്റെ 5-ാമത്തെ വാക്യം. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എല്ലാവരും അതിലേക്ക് കടന്നു വരിക. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. അതിന്റെ അടുത്ത ഭാഗം, 2-ാമത്തെ ഭാഗം, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. രണ്ടവസ്ഥകളാണ് നമ്മളിവിടെ കാണുന്നത്. രണ്ടു പേരുടെ അവസ്ഥകൾ. ഒന്ന് ദൈവത്തിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ചാണ് ആദ്യത്തെ ഭാഗം നമ്മൾ വായിക്കുന്നത്. രണ്ടാമത് മനുഷ്യന്റെ അവസ്ഥ. ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് 2-ാമത്തെ ഭാഗം പറയുന്നത്. 1-ാമത്തെ ഭാഗം, ദൈവത്തിന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, എന്നാൽ ദൈവത്തിന്റെ ഒരു പ്രസാദം എന്ന് പറയുന്നത് അത് ജീവപര്യന്തമുള്ളതാണ്. ഒരിക്കലും അവസാനിക്കാത്ത, നിത്യത വരെ എത്തുന്ന ഒരു പ്രസാദം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ദൈവം നമ്മളോട് കോപിച്ചാൽ, ദൈവം കോപം അധിക നേരം വെച്ചുകൊണ്ടിരിക്കുന്ന ദൈവമല്ല. കോപം ക്ഷണനേരത്തേക്ക് മാത്രമേ അത് ദൈവം കോപിക്കാറുള്ളൂ എന്ന് അവിടെ കാണുക. എന്നാൽ 2-ാമത്തെ ഭാഗമാണ് മനുഷ്യ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ച് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം. ഈ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കുകയും അവിടെ നിന്ന് നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് കിട്ടുന്ന ഒരു വിടുതൽ എന്ന് പറയുന്നത് ഉഷസ്സിലോ പ്രഭാതത്തിലോ ആനന്ദഘോഷം, ദൈവത്തിങ്കിൽ നിന്നൊരു ആനന്ദത്തിന്റെ, ഒരു സന്തോഷത്തിന്റെ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ആത്മാവ് തന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം നേരിടുന്ന ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് ആത്മീയരെ സംബന്ധിച്ച്, ഈ കണ്ണുനീര് ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം തന്നെയാണ് കണ്ണുനീർ. എന്നാൽ ചില സമയങ്ങളിൽ ഈ കണ്ണുനീര് വിട്ടൊഴിയാതെ, അതിനൊരു മറുപടി ഇല്ലാതെയൊക്കെ നമ്മൾ ഭാരപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കണ്ണീരിന്റെ അവസ്ഥകൾ ഇങ്ങനെ തുടർക്കഥയായി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നേരിടാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പലവിധമായ വിഷയത്തിൽ കരയുന്നവരുണ്ട്. സാമ്പത്തിക വിഷയങ്ങളിൽ കരയുന്നവരുണ്ട്. ശാരീരികമായ വിഷയങ്ങളിൽ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട്. തലമുറയുമായിട്ടുള്ള വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടും അവരെ ചൊല്ലി അവർ ദൈവസന്നിധിയിൽ വരാത്തതിന്റെ പേരിലും അവരുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പേരിലും ഒക്കെ വേണ്ട രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കൊരു പ്രയോജനം നമ്മുടെ തലമുറയിൽ നിന്ന് ലഭിക്കാതെ ഇരിക്കുമ്പോൾ അതോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഭാരങ്ങൾ, ഭൗതികമായ വിഷയങ്ങളിലുള്ള ഭാരങ്ങളിലുള്ള കരച്ചിലുകൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി സംഭവിക്കാറുണ്ട്.
എന്നാൽ ചിലരുണ്ട്, ചില ഭക്തന്മാരുണ്ട്, അവർ ആത്മാക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട്. Praise the Lord. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഉള്ളതിൽ കൂടുതൽ ആൾക്കാരും ആത്മാക്കൾക്ക് വേണ്ടി, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. Praise the Lord. എത്ര തിരക്കുകളുടെ ഇടയിലും പിതാവിന്റെ ഒരിക്കൽ രാത്രികാലങ്ങളിൽ മലകളിൽ കയറി പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പലപ്പോഴും യേശുവിന്റെ പ്രാർത്ഥനയിൽ കരച്ചിലുകൾ ആയി അത് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. Praise the Lord. ഭക്തന്മാരുടെ എല്ലാം ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥനകൾ പിന്നീട് അത് കണ്ണുനീരായി മാറുന്നുണ്ട്. ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു ഭക്തന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പൊ കണ്ണുനീരിനെ പ്രത്യേകം കൺസിഡർ ചെയ്തുകൊണ്ട് ഭക്തന്മാരുടെ കണ്ണുനീരിനെ, അത് നമ്മളൊക്കെ കരഞ്ഞ് നമ്മുടെ തുണികളില് ടവലുകളിലൊക്കെ നമ്മൾ തുടച്ച് അത് ഉണങ്ങിപ്പോയി വന്നേക്കാം, നമ്മളത് മറന്നുപോയേക്കാം. എന്നാൽ നാളുകൾക്ക് മുമ്പേ നമ്മൾ പല വിഷയങ്ങളുടെ മുമ്പിലും ഭാരപ്പെട്ട് കരഞ്ഞ കണ്ണുനീരിനെ, അതിന്റെ ഒരു പകർപ്പ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തുരുത്തികൾ ദൈവസന്നിധിയിലുണ്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഭക്തന്റെ കണ്ണുനീരിന് അത്രയ്ക്കും പ്രാധാന്യം നൽകുന്ന, കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്ന, കണ്ണുനീരോടുകൂടിയുള്ള ദൈവസന്നിധിയിൽ നമ്മൾ കഴിക്കുന്ന നിലവിളികൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് നമ്മൾ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവിനോട് ശക്തമായിട്ട് പറയുന്നത്, പലരുടെയും ജീവിതത്തിൽ കണ്ണുനീര് വന്ന് പാർക്കുകയാണ്, പാർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ ഒരു വാക്ക് എന്നെ വളരെയധികം ചിന്തിപ്പാനായിട്ടിടയായി. എന്ന് വെച്ചാൽ കണ്ണുനീര് ആ ഒരു രാത്രിയിൽ അവരുടെ കൂടെ പാർക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു രാത്രി മുഴുവൻ അവരുടെ കൂടെ അത് സ്റ്റേ ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടി പാർക്കുവാനായിട്ട് വന്നിരിക്കുന്ന ഒരവസ്ഥ. പല രാത്രികളും നമ്മൾ കരഞ്ഞ് നേരം വെളുപ്പിച്ചിട്ടുള്ള അനുഭവങ്ങളുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പല രാത്രികളും നമുക്ക് ഉറങ്ങാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ചിന്തകളും ചിന്താഭാരങ്ങളും നാളെയെ കുറിച്ചുള്ള ടെൻഷനുകളും ഒക്കെ ആയിട്ട് പലപ്പോഴും നമ്മുടെ ഉറക്കത്തെ പോലും കെടുത്തി ആ രാത്രി മുഴുവൻ കണ്ണുനീര്. ഹല്ലേലൂയ. വചനത്തിൽ പറയുന്നുണ്ട്, രാവും പകലും കണ്ണുനീര് ആഹാരമായി തീർന്ന ആൾക്കാരുണ്ട്, ആഹാരമായി തീർന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നിർത്താത്ത കണ്ണുനീർ പ്രവാഹം നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറയട്ടെ. ഉഷസ് എന്ന് പറയുന്നത് ദൈവം നിനക്കൊരു ആനന്ദഘോഷമായി നിന്റെ ജീവിതത്തിൽ എഴുന്നേൽക്കുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മള് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പതിന് ശേഷം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ വളരെ വേദനയോടുകൂടി ആ ശബത്തിന്റെ ഒരു ഇടവേളയിൽ യേശുവിനെ ഒന്ന് കാണാൻ കഴിയാത്ത വേദനയോടുകൂടി കടന്നു വരുന്ന ചില വ്യക്തികളെ നമ്മളവിടെ കാണുന്നുണ്ട്. എന്നാൽ എല്ലാവരും വന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റെന്നല്ല, യേശു അവിടെ ഇല്ല എന്നുള്ള ഡിക്ലറേഷനിലൂടെ പലരും, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, പലരും മടങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവിടെ ഒരു സ്ത്രീ, നമുക്കറിയാം, മഗ്ദലക്കാരത്തി മറിയ, അവൾ കരഞ്ഞുകൊണ്ട് ആ പ്രഭാതത്തിൽ, ആ നേരം വെളുത്ത സമയത്ത്, ഇരുട്ടുള്ളപ്പോൾ തന്നെ നമുക്ക് പറയാം, അവള് അവിടെ കാത്തു നിൽക്കുകയാണ്. സ്തോത്രം. അവൾക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്നില്ല. കാര്യം അവൾ ഇത്രയും നാൾ പ്രത്യാശിച്ച, അവൾ ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അവള് ഒരു ശബത്ത് മുഴുവൻ അവൾ കരഞ്ഞു തീർത്ത, അല്ലെ ആ രാത്രി മുഴുവൻ അവൾ കരഞ്ഞ് പ്രതീക്ഷയോട് കാത്തിരുന്ന, മരിച്ചു കിടക്കുന്ന യേശുവിന്റെ ശരീരമാണെങ്കിൽ പോലും അത് അവളുടെ ഒരു പ്രതീക്ഷയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൾക്കതൊന്ന് കാണണം. അത് കാണാൻ പറ്റാതെ വന്നപ്പോൾ അവളുടെ കരച്ചിന്റെ ഇന്റൻസിറ്റി കൂടിയിട്ട് അവൾ അവിടെ നിൽക്കുകയാണ്. അവൾ തിരിച്ചു പോകാൻ തയ്യാറാകുന്നില്ല. ദൈവങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ആ പിതാവിന്റെ അടുക്കൽ പോകേണ്ടുന്ന ഒരു പദ്ധതിയെ പോലും പകുതി വഴിക്ക് നിർത്തിവെച്ചിട്ട് യേശു അവിടെ അടുക്കെ വന്നിട്ട് അവളോട് പറയുന്ന ഒരു ചോദ്യം ഇതാണ്, നീ എന്തിനാണ് കരയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നീ എന്തിനാണ് കരയുന്നത്? നിനക്ക് കരയേണ്ട ആവശ്യം ഇനിയില്ല. ഈ പ്രഭാതത്തിൽ ഇനി നിന്റെ ഈ കണ്ണുനീര് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല. കാര്യം ഞാൻ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. ഉഷസ്സിൽ ആനന്ദഘോഷം അനുഭവിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു രാത്രി നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാകാം, ഒരു രാത്രിയുടെ യാമങ്ങൾ നിങ്ങൾ കരഞ്ഞു തീർത്തിട്ടുണ്ടാകാം, സന്ധ്യയിൽ നിങ്ങൾക്ക് വിഷമങ്ങൾ കടന്നു വന്നിട്ടുണ്ടാകാം. പക്ഷെ പ്രഭാതത്തിലും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നീ പ്രഭാതത്തിൽ ഇനി കരയണ്ട. എന്ന് വെച്ചാൽ ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ആദ്യത്തെ സംസാരം
ആദ്യത്തെ വാക്ക് നീ എന്തിനാ കരയുന്ന എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സന്ധ്യയിൽ ആരോടൊക്കെയോ ഹൃദ്യമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ നിരാശപ്പെടുത്തുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ സ്തോത്രം, പ്രതീക്ഷ അറ്റുപോയ ചില പ്രശ്നങ്ങൾക്ക് മുമ്പിൽ സ്തോത്രം, എനിക്കിനി ഒരിക്കലും ഒരു നന്മ ഉണ്ടാകത്തില്ല, എനിക്കിനി ഒരിക്കലും ഒരു വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് കണ്ട് നിരാശപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ കണ്ണുനീരിനെ അവൻ തുടച്ചിട്ട് നിങ്ങൾക്കൊരു സ്തോത്രം, ഒരു ആനന്ദത്തിന്റെ ഒരു ഉഷസ്. സ്തോത്രം. ഈ പകൽക്കാലം യേശു ഇറങ്ങി വന്നിരിക്കുന്നത്, ഈ പ്രഭാതത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത് മറിയേ, നിന്റെ കരച്ചില് അവസാനിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. സ്തോത്രം. ഒത്തിരി പ്രതിസന്ധികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നവളാണ് അവൾ. ഒത്തിരി വെല്ലുവിളികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നവളാണ്. യേശുവിനോടുള്ള സ്നേഹം മാത്രമാണ് അവളുടെ ജീവിതത്തിൽ അവൾക്ക് പറയുവാനായിട്ടുള്ളത്. ഒരിക്കൽ നമുക്കറിയാം, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മനസ്സിൽ തരുന്ന ആലോചന ഞാൻ അതുപോലെ അങ്ങ് ഡെലിവറി ചെയ്യുകയാണ്. സ്തോത്രം. ഒരിക്കൽ ഒരു പരീശൻ യേശുവിനെ ആഹാരത്തിന് വേണ്ടി വിളിച്ചു. ഒരു ഡിന്നർ പാർട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പരീശന്മാരുടെ ഒരു മേശ, ഒരു സദ്യയിലേക്കാണ് യേശുവിനെ വിളിച്ചിരിക്കുന്നത്. യേശുവിന്റെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഒരു പാവനിയായ ഒരു സ്ത്രീ യേശു കടന്നു വന്ന ആ പരീശന്റെ വീട്ടിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി. സ്തോത്രം. യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് കണ്ണുനീര് കൊണ്ട് അവൾ യേശുവിന്റെ പാദം നനയ്ക്കുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. അവളുടെ മുടി കൊണ്ട് അവള് യേശുവിന്റെ പാദം തുടയ്ക്കുകയാണ്. സ്തോത്രം. അവള് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പരിമളമായ തൈലം ഉപയോഗിച്ച് അവൾ യേശുവിന്റെ കാലിൽ ഒഴിച്ച് അവളുടെ നിറകണ്ണുകളോടുകൂടി നിർത്താൻ കഴിയാത്ത കണ്ണുനീർ പ്രവാഹത്തിൽ ആ സ്ത്രീ ആയിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ നിങ്ങൾ ചിന്തിക്കണമേ, നിങ്ങൾ ഈ സ്ത്രീയുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കുക. പരീശന്റെ വീട്ടിൽ ഇതിനു മുമ്പ് ഒത്തിരി സദ്യകൾ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ പരീശന്റെ വീടുമായിട്ട് ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം ഇവൾ. സ്തോത്രം. ഇവളുടെ ജീവിതത്തിലുള്ള കരയുന്ന മുഴുവൻ അവളുടെ പാപബോധം കൊണ്ടുള്ള കരച്ചിലാണ്. സ്തോത്രം. അവൾക്ക് സമൂഹത്തിൽ വേറൊരാളെ ഒരിക്കൽ പോയി ഇങ്ങനെ കരയുവാനായിട്ട് കഴിയത്തില്ല. പക്ഷെ യേശുവിന്റെ സാന്നിധ്യം എങ്ങനെയെങ്കിലും ഒന്ന് അവൾക്ക് അനുഭവിക്കണമെന്ന് മനസ്സിലാക്കി നിക്ഷിപ്തമായ പരീശന്റെ വീട്ടിൽ പോലും അവൾ കടന്നു കയറിയിരിക്കുകയാണ്. സ്തോത്രം. സാധാരണഗതിയിൽ ഒരിക്കലും ഈ സ്ത്രീ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പരീശന്റെ ഭവനത്തിൽ അവൾ കയറി വരില്ല. സ്തോത്രം. പരീശന്റെ ചിട്ടകളും പരീശന്റെ നിയന്ത്രണങ്ങളും പരീശന്റെ പാപത്തെ കുറിച്ചുള്ള അവന്റെ അഹന്തകളും ഒക്കെ ഒരിക്കലും ഒരു പാവനിയായ സ്ത്രീയെ ഒരു പരീശന്റെ വീട്ടിൽ കയറ്റുകയില്ല. എന്നാൽ യേശുവിന്റെ ഒരു അതിന്മേൽ കാട്ടുന്ന ഒരു ധൈര്യമാണ് ഈ സ്ത്രീ ഈ പരീശന്റെ ഭവനത്തിലേക്ക് കയറി വന്നത്. സ്തോത്രം. സാധാരണ രീതിയിൽ അവൾക്ക് കടന്നു വരാൻ കഴിയാത്തൊരു ഭവനത്തിൽ പോലും യേശുവിന്റെ സാന്നിധ്യത്തെ വിശ്വസിച്ച് അവൾ കടന്നു വരികയാണ്. അവൾക്കറിയാം, ഒരിക്കൽ ഒരുപക്ഷെ യേശു എന്റെ പാപത്തെ ശാസിച്ചിരിക്കാം, എന്നാൽ പരീശന്മാർ കളിയാക്കുന്നത് പോലെ ശാസിക്കുന്നത് പോലെയല്ല, എനിക്ക് അവങ്കിൽ നിന്നൊരു സന്തോഷം അവസാനം ഉണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചാണ് അവൾ യേശുവിന്റെ പാദമെടുത്തി വന്ന് കരയുന്നത്. അവൾക്കൊരു സമാധാനം അവൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സമാധാനം അവൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവൾക്കറിയാം യേശുവിങ്കിൽ നിന്ന് ഇതുവരെ കിട്ടാത്തൊരു സമാധാനം അവളുടെ ജീവിതത്തിൽ കിട്ടും. പാപ പരിഹാരത്തിന് ഒരവസരമായി അവൾ ഇതിനെ കാണുകയാണ്. അവൾക്കറിയാം അവൾ എടുക്കുന്ന കണ്ണുനീരോ അവൾ ഒഴുക്കുന്ന മേത്തരമായ ഈ തൈലമൊന്നും വൃഥാവാകത്തില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അവൾ യേശുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പരീശൻ അവിടെ അവന്റെ ഹൃദയത്തിൽ പറയുവാനിട്ടെ, ഇവളെങ്ങനെയുള്ളവളെന്നോ ഇവൾ ആരെന്നോ അറിഞ്ഞിരുന്നെങ്കിൽ, ഇവൻ വാസ്തവത്തിൽ ഒരു പ്രവാചകനായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് അനുവദിച്ചു കൊടുക്കത്തില്ലായിരുന്നു. അവൻ സ്തോത്രം ഇവന്റെ ഹൃദയത്തിലെ ചിന്തകൾ മനസ്സിലാക്കിയിട്ട് അവനോട് യേശു ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശീമോനെ, സ്തോത്രം, ഒരു മനുഷ്യന് 2 കടക്കാര് അവൻ 2 പേർക്ക് കടം കൊടുക്കുകയാണ്. ഒരുത്തൻ 50 വെള്ളിക്കാശ്, ഒരുത്തൻ 500 വെള്ളിക്കാശ്. ഇവർക്ക് തിരിച്ചടയ്ക്കുവാനായിട്ട് നിവർത്തിയില്ല. എന്നാൽ സ്തോത്രം, ആ കടം കൊടുത്തയാൾ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരോട് അത് ഇളച്ചു കൊടുക്കുവാനായിട്ട് അവരെ വിളിച്ച് അത് ഇളച്ചു കൊടുക്കുകയാണ്. അതിൽ ആരാണ് ഏറ്റവും അധികം അവനെ സ്നേഹിക്കുന്നത്, അവനോട് കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും താമസിക്കാതെ പരീശൻ മറുപടി പറഞ്ഞു, തീർച്ചയായിട്ടും അധികം ഇളച്ചു കിട്ടിയവനാണ്. സ്തോത്രം.
യേശു പറയുകയാണ്, നീ പറഞ്ഞ ഉത്തരം ശരിയാണ്, തെറ്റല്ല. ഹല്ലേലൂയ, നീ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എനിക്ക് വേണ്ടി വിഭവസമൃദ്ധമായ അല്ലെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഡിന്നർ പാർട്ടി നീ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സമൂഹത്തിലെ ഒത്തിരി പ്രധാനികളെ നീ വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിന്റെ വീടിന് ചുറ്റും നീ പന്തലുകൾ ഇട്ടിട്ടുണ്ടാകാം. ഞാൻ കയറി വരുമ്പോൾ നീ റെഡ് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കയറി വന്നപ്പോൾ നീ എന്റെ കാലിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ച് ഒന്ന് കഴുകാൻ പോലും നീ തയ്യാറായില്ല. എപ്പോഴും നിന്റെ നിലപാടുകളിൽ നീ ഉറച്ചു നിന്നുകൊണ്ട് ഹല്ലേലൂയ, നീ നടത്തിയ സദ്യകളും നീ നടത്തിയ വിരുന്നുകളുമാണ്. എങ്കിലും നിന്റെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും എന്നെ ബഹുമാനിക്കുവാൻ നിനക്ക് തോന്നിയിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ പണം കൊണ്ട്, നിന്റെ പദവി കൊണ്ട്, നിന്റെ സൗകര്യം കൊണ്ട് നീ ദൈവ സാന്നിധ്യത്തെ വിലയ്ക്ക് വാങ്ങിക്കുവാനായിട്ട് തയ്യാറായവനാണ്. ഹല്ലേലൂയ, യേശുവിന്റെ സാന്നിധ്യത്തെ നിന്റെ പദവികൾ കൊണ്ട് നീ വലിയൊരു സദ്യ ഉണ്ടാക്കി യേശുവിനെ നീ വിളിച്ചു വരുത്തി നീ മഹാനാകാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇവൾ അങ്ങനെയല്ല. ഇവൾ ഈ ഭവനത്തിൽ ഞാൻ കടന്നു വന്ന സമയം മുതൽ അവൾ അവിടെ കണ്ണുനീര് കൊണ്ട് എന്റെ പാദം കഴുകുകയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൾ കാണിച്ച അവസ്ഥ അത്ര വലുതായിരുന്നു. യേശു പറയുകയാണ്, അതുകൊണ്ട് അധികം, ഹല്ലേലൂയ, സ്തോത്രം, പാപം ക്ഷമിച്ചു കിട്ടിയവർ അധികം സ്നേഹിക്കും എന്ന് പറഞ്ഞ് യേശു അവളുടെ ജീവിതത്തിൽ പുതിയൊരു മാനം കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവസന്നിധിയിൽ കരയുന്നവന് പുതിയൊരു മാനം കൊടുക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, പണം കൊണ്ട് ലഭിക്കാത്ത മാനം, ഹല്ലേലൂയ, പദവികൾ കൊണ്ട് ലഭിക്കാത്ത മാനം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ നേർച്ച കാഴ്ചകൾ കൊണ്ട് നമുക്ക് ലഭിക്കാത്ത ഒരു മാനം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കഴിവുകൾ കൊണ്ടോ പ്രശസ്തി കൊണ്ടോ ഒന്നും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത, ഹല്ലേലൂയ, ഒരു ദൈവസന്നിധിയിൽ ഒരു മാനമുണ്ട്. അത് നമ്മുടെ കണ്ണുനീരിന് മാത്രമേ നമുക്ക് തരുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഹല്ലേലൂയ, കണ്ണുനീരിനെ കണ്ടു മറികടക്കാത്ത ദൈവം, ഹല്ലേലൂയ, നമ്മുടെ കണ്ണുനീരിനെ ഒരു തുരുത്തിയിലാക്കി വെച്ചിട്ട് നമുക്ക് വേണ്ടി മറുപടി നൽകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ സന്ധ്യയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, കുടുംബങ്ങളോട്, വ്യക്തികളോട് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന് ഹല്ലേലൂയ നിങ്ങളുടെ കണ്ണുനീരിനെ ആനന്ദഘോഷമാക്കുവാനായിട്ട് കഴിയും. അന്ന് സന്ധ്യയായപ്പോൾ ഹല്ലേലൂയ, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഹല്ലേലൂയ, ഒരു പകലത്തെ ശുശ്രൂഷയുടെ അധ്വാനത്തിന് ശേഷം വിശ്രമിക്കുവാനായി കൊതിക്കുന്ന ശിഷ്യന്മാരോട് ഹല്ലേലൂയ യേശു പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാരെ ഹല്ലേലൂയ ആ പടക് തുഴയാൻ ഏൽപ്പിച്ചിട്ട് ആ പടകിന്റെ അമരത്ത് സുഖമായി കിടന്നുറങ്ങുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, എന്നാൽ ക്ഷീണിതരെങ്കിലും യേശുവിന്റെ വാക്ക് കേട്ട് ആ പടകിൽ കയറി അക്കരയിലേക്കുള്ള യാത്രയിൽ അനസൂതം ഹല്ലേലൂയ അവരുടെ പടകിനെ, ഹല്ലേലൂയ, അവരുടെ ബോട്ടിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്ന ശിഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുവാനായിട്ടിടയായി. ഹല്ലേലൂയ, പ്രതിസന്ധികളുടെ കാറ്റ് അടിക്കുവാനായിട്ടിടയായി. സാഗരങ്ങൾ കടലിളകി മറിയുന്ന സാഹചര്യമുണ്ടായി. ഓളങ്ങൾ വലിയ ഭീതി സൃഷ്ടിക്കുവാനായിട്ട് തുടങ്ങി. ചെറുപടകുകൾ പോലും കൂടെ യാത്ര ചെയ്യുന്ന ഒരു വലിയ യാത്രയിലേക്കാണ് അവർ തുടങ്ങിയത്. എന്നാൽ അവർക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത, അവരുടെ എക്സ്പീരിയൻസിന് ഹല്ലേലൂയ കൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയാത്ത അവരുടെ അറിവുകൾ ഒക്കെ ഹല്ലേലൂയ, സ്തോത്രം, പരാജയപ്പെട്ടു പോകുന്ന ആ രാത്രിയിൽ ഹല്ലേലൂയ, സ്തോത്രം, ഈ ശിഷ്യന്മാര് മടുത്ത് തളർന്ന് ഒരു പരുവായപ്പോൾ അവർ യേശുവിനെ വിളിക്കുകയാണ്. യേശു, ഗുരു, ഹല്ലേലൂയ, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്ക് വിചാരമില്ലയോ എന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. ദൈവങ്ങളെ, ഈ രാത്രി ഞാൻ ഒരു ദൂത് പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അവര് ചോദിച്ചൊരു ചോദ്യം എന്നെ അത് വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ, സ്തോത്രം. യേശു അവരോട് പറഞ്ഞത്, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുകയാണെന്നാണ് യേശു പറഞ്ഞത്. ഞാനും നിങ്ങളുമായി തുടങ്ങിയിരിക്കുന്ന ഒരു യാത്ര, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പ്രതിസന്ധി വന്നപ്പോൾ ഇവർ യേശുവിനോട് പറയുകയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ, നമ്മളെന്നല്ല പറയുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ ഹല്ലേലൂയ നിനക്ക് വിചാരമില്ലയോ? ദൈവമക്കളെ, ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. യേശുവിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച ഒരു ദൈവ പൈതൽ, വിശ്വാസ ജീവിതം എന്ന പടകിൽ യാത്ര തുടരുന്ന ദൈവ പൈതലെ, നിന്നെ വിളിച്ച് ശുശ്രൂഷയ്ക്ക് വേർതിരിച്ചവൻ, ആത്മീയ ജീവിതത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നവൻ, ഹല്ലേലൂയ, അവൻ നിന്റെ പടകിൽ സദാ ഉണ്ടെന്നുള്ള വിശ്വാസം നമ്മൾ മറന്നു കളയരുത്. ഒരുപക്ഷെ പ്രതികൂലം വന്നെന്നിരിക്കാം, കാറ്റുകൾ അടിച്ചെന്നിരിക്കാം, കാർമേഘങ്ങൾ നമ്മൾ കാണുന്നുണ്ടാകാം, ഹല്ലേലൂയ, പ്രതീക്ഷയ്ക്ക് വിപരീത
വിപരീതമായി ഒത്തിരി ദുരനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാകാം. പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പറയേണ്ടത്, ദൈവമേ, നമ്മുടെ പടക് നശിച്ചു പോകുന്നു, നമ്മൾ ക്ഷീണിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എവിടെയോ കോട്ടം സംഭവിക്കുന്നു, ദൈവത്തെ ഞങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശുക്രിസ്തു ഇതൊന്നും അവരെ പഠിപ്പിച്ചില്ല. യേശു പെട്ടെന്ന് ഇവരുടെ വിഷമം കണ്ടിട്ട് ചാടി എഴുന്നേറ്റ് കാറ്റിനെ അവൻ ശാസിച്ചു, കടലിനോട് അടങ്ങിയിരിക്കാനായിട്ട് അവർ കൽപ്പിച്ചു. ദൈവമക്കളെ, ആ സന്ധ്യയിൽ അവരുടെ വിലാപത്തെ ദൈവം നൃത്തമാക്കി മാറ്റി. അല്ലെങ്കിൽ അവർ നശിച്ചു പോകുന്നുള്ള അവരുടെ വിചാരത്തെ ദൈവം ഇല്ലാതാക്കി. അടുത്ത പ്രഭാതത്തിൽ ആ പടക് നല്ലൊരു തീരത്ത് അണയുവാനായിട്ട് ഇടയായി. ദൈവപ്രവൃത്തിയുടെ മറ്റൊരു തലം അവർ കാണുവാനായിട്ട് ഇടയായി. അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് യെശയ്യാപ്രവചനം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജാതികളുടെ ഇളക്കം, അല്ലെങ്കിൽ വൻ തിരമാലകളുടെ ഇളക്കം പോലെ, ഹാലലിയ സ്തോത്രം, അതെത്ര വലിയ ശക്തിയോടുകൂടി അടിച്ചു വന്നാലും ദൈവമേ, നീ അവരെ ശാസിക്കും. ഹാലലിയ, അന്ന് രാത്രിയിൽ അവിടെ നടന്നത് പ്രവചനത്തിൽ ഒരു ദൂതിന്റെ നിറവേറ്റലായിരുന്നു. ഹാലലിയ സ്തോത്രം, യേശു ആ സാഗരത്തെ ശാസിക്കുക എന്നുള്ളത് പ്രവാചകനിലൂടെ പ്രവചിച്ചൊരു കാര്യമായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ നിറവേറുകയായിരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ ചില കഷ്ടതകൾ ദൈവമഹത്വത്തിന് അത് കാരണമായി തീരും, ദൈവപ്രവൃത്തിക്ക് അത് കാരണമായി തീരും. നമുക്ക് പോലും അറിയാത്ത മർമ്മങ്ങൾ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയാകും. ശിഷ്യന്മാർ അത് ഗ്രഹിച്ചില്ല, ശിഷ്യന്മാർക്ക് അത് അറിയത്തില്ല. പക്ഷെ തിരുവചനത്തിലെ വലിയൊരു വാഗ്ദത്തം നിറവേറുകയായിരുന്നു. അല്ലെങ്കിൽ ആ സന്ധ്യയിൽ അവർ കരഞ്ഞു, ആ സന്ധ്യയിൽ അവർ നിലവിളിച്ചു, ആ സന്ധ്യയിൽ അവർ വല്ലാതെ കുഴഞ്ഞു. ഹാലലിയ സ്തോത്രം. എന്നാൽ അവരുടെ കൂടുള്ള ചെറുപടകുകൾ പോലും മുങ്ങിയ ചരിത്രം നമ്മൾ അവിടെ കാണുന്നില്ല. പരിശുദ്ധാത്മാവിൽ ഈ രാത്രി ഞാൻ ഒരു ദൂത് പറയട്ടെ, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിൽ നമ്മളെ മറന്നു കളയുന്ന ദൈവമല്ല, അവൻ വഴിയിൽ നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, നമ്മളെ വിളിച്ചിട്ട് വാക്കു മാറ്റി പറയുന്ന ദൈവമല്ല. അല്ലെങ്കിൽ നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അക്കരെ അവൻ എത്തിക്കുക തന്നെ ചെയ്യും. ഹാലലിയ സ്തോത്രം. അവൻ അക്കരയ്ക്ക് പോകാമെന്നാ പറഞ്ഞെങ്കിൽ നമ്മൾ അക്കരെ എത്തുക തന്നെ ചെയ്യും. ഇല്ല എങ്കിൽ അവൻ ആ വാക്ക് പറയത്തില്ലായിരുന്നു. ഹാലലിയ സ്തോത്രം. നിത്യജീവനിലേക്ക് ഒരു വിളി ലഭിച്ചവരാണ് നമ്മൾ. നിത്യതയുടെ കാഴ്ചപ്പാടിലേക്ക് ക്ഷണം ലഭിച്ചവരാണ് നമ്മൾ. നമ്മളെ അവൻ വിളിച്ചിറക്കിയതാണ്. ഹാലലിയ. നമ്മളെ അവൻ വഴിയിലിട്ടു പോകുന്ന ദൈവമല്ല. ഒരുപക്ഷേ ഹാലലിയ, കരച്ചിലിന്റെ സന്ധ്യകൾ, കരച്ചിലിന്റെ രാത്രികൾ അത് വ്യാപാരിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കാം. പക്ഷേ ഉഷസ് വരെ അത് നീണ്ടു നിൽക്കത്തില്ല. ഉഷസ് നമുക്ക് ആനന്ദത്തിന്റെ സമയമാണ്. ഉഷസ് നമ്മുടെ ആരാധനയുടെ സമയമാണ്. ഉഷസ് നമ്മുടെ വിടുതലിന്റെ സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ സൈഡിൽ വന്ന് നിൽക്കുക ദൈവമക്കളെ. ഹാലലിയ. ദേവന്റെ ഹൃദയത്തിൽ തന്നെ ഞാൻ പറയാം കേട്ടോ. ഹാലലിയ, ചെങ്കടലിന്റെ സൈഡിൽ വന്ന് നിൽക്കുക. ഹാലലിയ സ്തോത്രം. അന്ന് രാത്രിയില് ഹാലലിയ ഒരു ഭയത്തിൽ, ഹാലലിയ ആകപ്പാടെ ആകുലരായി നിൽക്കുന്ന സമയം. മുന്നിൽ ചെങ്കടൽ, പുറകിൽ ഹാലലിയ വരുന്ന ഫറവോന്റെ സൈന്യത്തിന്റെയും ഹാലലിയ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. ഇവരാകപ്പാടെ വേദനിച്ച് മോശയോട് വളരെ സങ്കടകരമായി നിലവിളിക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയുകയാണ്, ജനത്തോട് മുന്നോട്ട് പോകാൻ കൽപ്പിക്കുക എന്ന് പറയുന്നു. അവരെങ്ങനെ ഹാലലിയ മുന്നോട്ട് പോകുവാനായിട്ട് തയ്യാറായപ്പോൾ ചെങ്കടല് അവരുടെ മുമ്പിൽ തുറക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹാലലിയ സ്തോത്രം. ചെങ്കടൽ തുറന്ന ആ രാത്രി മുഴുവൻ അവരുടെ ജീവിതത്തിൽ കരച്ചിലാണ്. അവര് വിഷമത്തോടു കൂടിയാണ് ആ ചെങ്കടലിൽ കടന്ന് അക്കരെ കിടക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഹാലലിയ സ്തോത്രം, പ്രഭാതയാമമായപ്പോൾ, നേരം വെളുക്കുന്നതിന് മുമ്പേ പ്രഭാതയാമമായപ്പോൾ ടെൻഷനിൽ, ആകുലതയിൽ, വേദനയിൽ കഴിഞ്ഞ രാത്രി മുഴുവൻ കണ്ണുനീരിലൂടെ കടന്നുപോയ ജനം അക്കരെ കടക്കുമ്പോൾ പ്രഭാതയാമത്തിൽ ഹാലലിയ അവരെ പിന്നെയും ഫോളോ ചെയ്ത് പിടിക്കുവാനായിട്ട് അവരുടെ പുറകെ വന്ന ഫറവോനും സൈന്യവും ഇതേ ചെങ്കടലിന്റെ നടുക്ക് നിൽക്കുമ്പോൾ ഹാലലിയ സ്തോത്രം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പ്രഭാതയാമത്തിൽ ഹാലലിയ യഹോവയായ ദൈവം അഗ്നി മേഘ സ്തംഭങ്ങളുടെ ഇടയിലൂടെ മിസ്രയീമിനെ ഒന്ന് നോക്കി, ഫറവോനെ ഒന്ന് നോക്കി, അവന്റെ ചക്രങ്ങളുടെ ഓട്ടത്തെ അവൻ താറുമാറാക്കി. ഹാലലിയ സ്തോത്രം. അവനെ ദൈവം സംഹരിച്ചു കളഞ്ഞു. ചെങ്കടലിൽ ഫറവോനെയും അവന്റെ സൈന്യത്തെയും ദൈവം സംഹരിച്ചു കഴിഞ്ഞു. പിറ്റേ ആ പ്രഭാതത്തിൽ ഈ ഒരവസ്ഥയ്ക്ക് ശേഷം അക്കരെ കയറിയ ഇസ്രായേൽ മക്കളെ നിങ്ങളൊന്ന് നോക്കണം. മിരിയാമും കൂട്ടനും തപ്പെടുത്ത് നൃത്തം ചെയ്യുവാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ സന്ധ്യയെങ്കിൽ കരച്ചിൽ അവരുടെ മേൽ രാപാർത്തപ്പോൾ, സന്ധ്യയിൽ കരച്ചിലിന്റെ അവസ്ഥയിലൂടെ അവർ കടന്നുപോയപ്പോൾ, പരീക്ഷയുടെ തീച്ചൂളയുടെ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ, മുന്നിൽ പ്രതികൂലമായി നിൽക്കുന്ന ചെങ്കടലും പുറകിൽ വിരോധമായി നിൽക്കുന്ന ഫറവോനും അവരെ പിന്തുടർന്ന് അവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അവരുടെ അസാധാരണമായ വഴിയിലൂടെ, ഒരു അസാധാരണമായ ദൈവപ്രവൃത്തിയിലൂടെ
അവർ യാത്ര ചെയ്ത് അക്കരെ കടന്നപ്പോൾ പിന്നെയും അവരുടെ സന്തോഷത്തെ നിലനിർത്തുകയില്ലെന്ന് പറഞ്ഞ് പിന്തുടർന്ന ഹാലലി ഫറവോനെ പ്രഭാതയാമത്തിൽ നേരം വെളുക്കുന്നതിന് മുമ്പേ അഗ്നിമേഘ സ്തംഭത്തിനിടയിലൂടെ നോക്കി നശിപ്പിച്ചൊരു ദൈവം നമ്മുടെ ദൈവമാണ്. ഹാലലിയ സ്തോത്രം. കാരണം പ്രഭാതത്തിന് ഇനി ഇവർ കരയുവാൻ അവൻ സമ്മതിക്കത്തില്ല. പ്രഭാതം ഇസ്രായേൽ മക്കൾക്ക് തപ്പും ഹാലലി എടുത്ത് നൃത്തം ചെയ്യുന്ന ഒരു പ്രഭാതമായി അത് മാറുകയാണ്. ഹാലലിയ സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നുണ്ട്. നിന്റെ സന്ധ്യകളെ അവൻ ഒരിക്കലും ഹാലലിയ സ്തോത്രം അങ്ങനെ തുടരുവാനായിട്ട് സമ്മതിക്കത്തില്ല. പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ഒരു ആനന്ദ ഘോഷം ദൈവം വെച്ചിട്ടുണ്ട്. ഹാലലുയ, ഹാലലുയ സ്തോത്രം. ഞാൻ ആദ്യം ഒരു പടകിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഹാലലുയ ഞാൻ ഒരു അവസ്ഥ കൂടെ പറയട്ടെ. ഒരിക്കൽ യേശു, നമുക്കറിയാം 5 5000 പേർക്കൊക്കെ കൊടുത്തിട്ട് ശേഷിച്ച 12 കൊട്ട നിറച്ചെടുത്ത് സമ്പത്തും ഒക്കെ ആയിട്ട് ശിഷ്യന്മാര് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഭക്ഷ്യ സമ്പത്തുമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇരിക്കുകയാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കൊട്ട അപ്പം നിറച്ച് ഇവര് കയ്യിലെടുത്തിട്ടില്ല. 12 പേർക്കും സ്വസ്ഥമായി ഹാലലിയ ഓരോ കൊട്ട വെച്ച് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാത്ത രീതിയിൽ ദൈവം കൃത്യമായിട്ട് അത് കൊടുത്തു. ഹാലലിയ സ്തോത്രം. എന്നിട്ട് ഇവിടെ ഇപ്പൊ 12 കൊട്ടേ ഉള്ളൂ, യേശു കൂടെ ചേർന്ന 13 ആവും. അതുകൊണ്ട് എന്ത് ചെയ്തു? യേശു പതിയെ ആ അടുത്തുള്ള യാത്രയിൽ നിന്ന് അങ്ങ് പിന്മാറി. ശിഷ്യന്മാരോട് ഈ 12 കൊട്ട അപ്പവുമായിട്ട് അക്കരെ പോകാനായിട്ട് യേശു നിർബന്ധിച്ചു. ഇവിടെ പറയണം, അവരോട് പോകാൻ നിർബന്ധിച്ചു, യേശു പോയില്ല. പക്ഷെ ഈ കിട്ടിയ ഈ ഭൗതിക നന്മയുടെ ഈ ഭക്ഷ്യസമ്പത്തിന്റെ ബലത്തിൽ ഇവർ യേശുവിനെ വിളിച്ചുപോലുമില്ല. ഇവര് പോകാൻ തയ്യാറായി. ഇവര് പോയി യാത്ര തുടങ്ങി. നമുക്കറിയാം 4-ാം യാമത്തിൽ കണ്ണുനീർ അവരുടെ ജീവിതത്തിൽ രാപാർക്കുവാനായിട്ട് വന്നു. പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പിന്നെയും ഒരു രണ്ടാമത്തെ ഒരു തകർച്ചയിലേക്ക് അവർ കടക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഹാലലിയ സ്തോത്രം അവർക്ക് ലഭിച്ച ഈ അപ്പമോ കഴിഞ്ഞ ദിവസം നടന്ന വിടുതലുകളോ ഒന്നും അവരെ ധൈര്യപ്പെടുത്തുന്നില്ല. അവർ പിന്നെയും നശിച്ചു പോകുന്നുള്ള നിലയിൽ അവർ നിലവിളിക്കുകയാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ യേശു അമരത്ത് കിടന്ന് ഉറങ്ങുന്നെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ യേശു ഇല്ലാത്തൊരു പടകിൽ അവർ ഭാരപ്പെടുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, യേശു ഇല്ലാത്ത പടക് നമ്മുടെ പടകായി മാറത്തില്ല. യേശു നമ്മളെ വിളിച്ചതാണെങ്കിൽ ഒരുപക്ഷെ അവന്റെ അസാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും, ഫിസിക്കലി നമുക്ക് അവന്റെ സാന്നിധ്യം കാണുന്നില്ലെങ്കിലും, അവൻ നമ്മളെ കാണുന്നുണ്ട്. ഏത് നിമിഷവും അവൻ നമ്മുടെ പടകിൽ കയറി വരും. ഏത് നിമിഷവും അവൻ നമ്മുടെ പടകിൽ കയറും. എത്ര ദൂരം നമ്മൾ യാത്ര ചെയ്താലും, എത്ര ആഴങ്ങളിലേക്ക് നമ്മുടെ പടക് കടന്നു പോയാലും, ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നമുക്ക് ചുറ്റും വന്നാലും, 4-ാം യാമത്തിൽ വെള്ളത്തിന് ഇളകി മറിയുന്ന വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്ന യേശുവിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടില്ലേ? ഹാലലിയ, ഞാനൊരു ഉറപ്പ് പറയുകയാണ്. കാരണം ഈ രാത്രിയിൽ നിങ്ങൾ ഇവിടെ നശിച്ചു പോയാൽ പ്രഭാതത്തിൽ നിങ്ങളുടെ ആനന്ദഘോഷമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. യേശു ഉള്ള പടകാണെങ്കിലും, യേശു അല്പസമയം മാറി നിൽക്കുന്ന പടകാണെങ്കിലും, ഞാനൊരു കാര്യം പറയാം, വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. അവൻ പറഞ്ഞിട്ടൊരു യാത്ര പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൻ നിർബന്ധിച്ച് എവിടെയെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ, അവൻ നിർബന്ധിച്ച് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നിർബന്ധിച്ച് പുതിയൊരു മിഷൻ ഫീൽഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ നിങ്ങളെ വിടത്തില്ല. 4-ാം യാമത്തിൽ നിങ്ങൾക്കൊരു വിടുതൽ അവൻ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പ്രഭാതം വിടുതലിന്റെ പ്രഭാതമായിട്ട് അത് മാറുവാനായിട്ട് ഇടയാകും. ഒരിക്കൽ അപ്പന്റെ ഭവനത്തിൽ നിന്ന് ജ്യേഷ്ഠാവകാശമൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അപ്പന്റെ അനുഗ്രഹമൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് യാക്കോബ് ഓടി പുറപ്പെട്ടു. നമുക്കറിയാം, ബഥേലിൽ വരുന്ന അനുഭവം അറിയാം. ദൈവസാന്നിധ്യം അനുഭവിച്ചു, രാത്രി സ്വപ്നം കണ്ടു, രാവിലെ അദ്ദേഹം ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ലാബാന്റെ വീട്ടിൽ പോയി ദീർഘവർഷങ്ങൾ ചെലവഴിച്ചു, ഒത്തിരി നന്മകൾ ലഭിച്ചു, മടങ്ങിപ്പോരുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവില്ല. യാക്കോബിന് 2 ഭാര്യമാരുണ്ട്. യാക്കോബിന് ഹല്ലേലൂയ 12 ആൺമക്കളുണ്ട്, ഒരു പെൺമകളുണ്ട്, ദാസീദാസന്മാരുണ്ട്, മൃഗസമ്പത്തുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ലോകപ്രകാരം നോക്കിയ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അദ്ദേഹത്തിന് ഒന്നിനും കുറവില്ല. ആ കാലത്ത് ഒരു നല്ല സാമ്പത്തിക നിലവാരത്തിലൂടെ കടന്നു പോകുന്ന യാക്കോബ് ഫിസിക്കലി അവൻ വളരെ ഓക്കെയാണ്. ഹല്ലേലൂയ, ഭൗതികമായിട്ട് അവന് നല്ല നന്മയുണ്ട്. എന്നാൽ യാബോക്കിന്റെ അവിടെ ആയപ്പോൾ അവൻ ഏറ്റവും അധികം സ്നേഹിച്ച
തന്റെ അവസാനമായി ജനിച്ച പുത്രനായ ജോസഫിനെ പോലും അവൻ അക്കരെ കടത്തി. താൻ ഏറ്റവും അധികം സ്നേഹിച്ച റാഹേലിനെ അവൻ അക്കരെ കടത്തി. ഹല്ലേലൂയ, സ്തോത്രം. ദാസീദാസന്മാരെയും മൃഗസമ്പത്തിനെ എല്ലാം അക്കരെ കടത്തിയിട്ട് യാക്കോബ് ഒറ്റപ്പെട്ടു പോയ ഒരു സമയമുണ്ട്. ഒറ്റപ്പെട്ടതല്ല, അവൻ തനിച്ച്, അവൻ ഒറ്റയ്ക്കായ ഒരു സമയം, അവൻ പർപ്പസ്ലി ആ ഒരു സമയം ചൂസ് ചെയ്തതാണ്. കാര്യം ആ രാത്രിയിൽ എല്ലാത്തിനെയും അക്കരെ കടത്തിയിട്ട് അവൻ അക്കരെ പോകാനുള്ള ധൈര്യമില്ല. അവന്റെ ഹൃദയം തകർന്നവൻ കരയുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇഷ്ടപ്പെട്ട ഭാര്യ അറിയാതെ, ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അറിയാതെ, ആരും അറിയാതെ അവൻ കരഞ്ഞു തീർത്ത ഒത്തിരി രാത്രികളുണ്ട്. അവന് അക്കരെ കടന്ന് ഇസഹാക്കിനെ അവന് ഫേസ് ചെയ്യാൻ കഴിവില്ല. എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര പുത്രസമ്പത്തുണ്ടെങ്കിലും, എത്ര മൃഗസമ്പത്തുണ്ടെങ്കിലും, ഭാര്യമാരുണ്ടെങ്കിലും, സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതുമായ ഒത്തിരി സാഹചര്യങ്ങൾ അടുത്തുണ്ടെങ്കിലും യാക്കോബിന് ഇനി മുന്നോട്ട് പോകാൻ ധൈര്യമില്ല. കാര്യം അവനറിയാം, ഇനിയുള്ള എന്റെ യാത്ര ചില പ്രത്യേക തീരുമാനങ്ങളിലൂടെയുള്ള യാത്രയായി മാറണം. ദൈവപ്രവൃത്തിയുടെ യാത്രകളാണ്, നിസ്സാരമായ യാത്രയല്ല. അവൻ യാബോക്കിൽ നിന്ന് വല്ലാതെ അവൻ വിഷമിക്കുകയാണ്. ആ രാത്രി ദൂതൻ അവന്റെ അരികെ വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ദൂതനെ മാക്സിമം അവൻ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്, അവൻ കടന്നു പിടിക്കുകയാണ്. ദൂതൻ പക്ഷെ അവന്റെ ജീവിതത്തിൽ വേണ്ട ഒരു ക്രമീകരണം ചെയ്യാതെ പോകുന്നതായിട്ട് കണ്ടപ്പോൾ പ്രഭാതമായപ്പോൾ ദൂതൻ പറഞ്ഞു, ഇല്ല, എനിക്കിനി നിൽക്കാൻ കഴിയത്തില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവനെ വിട്ടു പോകാൻ ശ്രമിച്ചപ്പോൾ അവൻ പിന്നെയും കടന്നു കയറി പിടിച്ചു. നമുക്കറിയാം, ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എന്താ സംഭവിച്ചത്? യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്നെ ഒന്ന് നിശ്ചയമായി ഒന്ന് അനുഗ്രഹിക്കണം. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. എന്താ ശരിക്കും ഈ അനുഗ്രഹം? ഹല്ലേലൂയ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യാക്കോബിന് എന്തിന്റെ കുറവാ ഉള്ളത്? ഹല്ലേലൂയ. യാക്കോബിന്റെ നന്മകളൊക്കെ സുരക്ഷിതമായി അക്കരെ നിൽക്കുകയല്ലേ ഇപ്പം? ഹല്ലേലൂയ, സ്തോത്രം. എന്തിന്റെ കുറവാണ് ഈ മനുഷ്യനുള്ളത്? എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആത്മീയമായ അടുത്തൊരു തലത്തേക്ക്, ഇസ്രായേൽ എന്നൊരു വാഗ്ദത്തത്തിലേക്ക്, ശുശ്രൂഷയുടെ അടുത്തൊരു തലത്തേക്ക് പോകാൻ യാക്കോബെ ബേഥേലിൽ കണ്ട ദർശനങ്ങളോ, ലാബാന്റെ വീട്ടിൽ ലഭിച്ച നന്മകളോ, ഭാര്യമാരുണ്ടെന്നുള്ള സമ്പത്തോ, പുത്രസമ്പത്തോ, മൃഗസമ്പത്തോ ഒന്നും മതിയാകത്തില്ല. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഒരു ഏറ്റുപറച്ചില് ഈ രാത്രി ആവശ്യമാണ്. ഹല്ലേലൂയ. അത്ര നിർബന്ധത്തോടുകൂടി അടങ്കൽ പിടിക്കുന്ന ഹല്ലേലൂയ യാക്കോബിനോട് ചോദിക്കുകയാണ്, നിന്റെ പേരെന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് പിതാവിന്റെ മുമ്പിൽ പിതാവ് പലവട്ടം ചോദിച്ചു, നീ യാക്കോബ് തന്നെയാണോ എന്ന് ചോദിച്ചു. നീ ഏശാവ് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ, അതെ അപ്പ, ഞാൻ ഏശാവ് തന്നെയാണെന്ന് പറഞ്ഞ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത ഒരു തെറ്റ്, ആ രാത്രിയിൽ അവൻ ദൈവസന്നിധിയിൽ ഏറ്റു പറയുകയാണ്, ഞാൻ ഏശാവല്ല, ഞാൻ യാക്കോബ. ഞാൻ യാക്കോബ, ഞാൻ ഏശാവല്ല, ഞാൻ യാക്കോബ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഹല്ലേലൂയ യാക്കോബും ഏശാവും ജനിക്കുന്ന സമയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. യാക്കോബ് ഹല്ലേലൂയ വളരെ സൗമ്യനായ ഒരു വ്യക്തിയായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കൂടാരവാസിയായിരുന്നു. പക്ഷെ മാതാവിന്റെ നിർബന്ധം കൊണ്ട് ഹല്ലേലൂയ അപ്പന്റെ അനുഗ്രഹം തട്ടിപ്പറിക്കുവാനായിട്ട് അവൻ ചെയ്തൊരു തെറ്റ്. പിന്നീട് അവൻ ഹല്ലേലൂയ ചെയ്തു കൂട്ടിയ ജീവിതത്തിലെ തെറ്റുകൾ ഹല്ലേലൂയ. എന്നാൽ ഭൗതിക നന്മയ്ക്ക് ഇതൊന്നും ഒരു തടസ്സമായില്ല കേട്ടോ. വീട് കിട്ടുന്നതിന് ഇതൊരു തടസ്സമല്ല, വണ്ടി കിട്ടുന്നതിന് ഇതൊരു തടസ്സമായിരിക്കത്തില്ല. ഹല്ലേലൂയ. ദേശത്ത് കുറെ പൈസ ഉണ്ടാക്കുന്നതൊന്നും ഇതൊരു തടസ്സമല്ല, മൃഗസമ്പത്തൊന്നും തടസ്സമല്ല. പക്ഷെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ അബ്രഹാമിലൂടെയുള്ള ഒരു വാഗ്ദത്തത്തിന്റെ അവകാശിയായി മാറുന്നതിന് ഒരു തടസ്സമാണ്, ഒരു ഇസ്രായേലായി മാറുന്നതിന് ഒരു തടസ്സമാണ്. ആ രാത്രിയിൽ അവൻ കാണിച്ച നിലവിളി, അവൻ കാണിച്ച കണ്ണുനീര്, ദൈവസന്നിധിയിൽ അവൻ കാണിച്ച മൽപ്പിടുത്തം. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില രാത്രികളിലെ കണ്ണുനീര് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ഹല്ലേലൂയ, ചില രാത്രികളിലെ കണ്ണുനീര് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അതൊരു നിസ്സാരമായ വിഷയമല്ല കേട്ടോ. അത് ചില ഏറ്റുപറച്ചിലുകളുടെ രാത്രിയായിട്ട് അത് മാറണം, ചില ക്രമീകരണങ്ങളുടെ രാത്രിയായിട്ട് അത് മാറണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ചില കുറ്റസമ്മതത്തിന്റെ രാത്രിയായിട്ട് അത് മാറണം. ഹല്ലേലൂയ. ചില നിലവിളികളും ചില കണ്ണുനീരുകളും ദൈവം തരുന്നത് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടിയാകട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അത് ആവശ്യമായ അവസ്ഥയാണ്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, കണ്ണുനീരിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ആ രാത്രി നമ്മൾ മനസ്സിലാക്കണം, എന്റെ ദൈവം എന്നിൽ നിന്ന് എന്തൊക്കെയോ ക്രമീകരണങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ രാത്രിയിൽ ഹല്ലേലൂയ യാക്കോബ് സമ്മതിച്ചു, ഞാൻ ഏശാവല്ല, ഞാൻ യാക്കോബ.
ഹാലലിയ, ഞാൻ ഏശാവല്ല, ഞാൻ യാക്കോബാ. എന്റെ ജീവിതത്തിൽ ഹാലലിയ സ്തോത്രം ഈ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു വന്നത് ഹാലലിയ ആ ഒരു അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഈ കുറവ് ഇപ്പോൾ വെളിപ്പെട്ട് കിട്ടുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ ഉറച്ചു സമ്മതിക്കുവാനായിട്ടിടയായി. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാത്രികാലം നമ്മുടെ കണ്ണുനീര് പ്രഭാതത്തിന്റെ ഒരു ആനന്ദഘോഷമായി മാറണമെങ്കിൽ, ആത്മീയമാവട്ടെ ഭൗതികമാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയമായി മാറണമെങ്കിൽ, ഒരു ആനന്ദഘോഷമായി മാറണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രത്യാശയുടെ ഒരു പുതിയ വഴിയായിട്ട് അത് മാറണമെങ്കിൽ, ഈ രാത്രികാലം നമ്മൾ ദൈവസന്നിധിയിൽ തകരുവാനായിട്ട് തയ്യാറാകണം. ഹാലലിയ സ്തോത്രം. സകലതിനെയും ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ട് നമുക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന സകലതിനും ഹാലലിയ സ്തോത്രം നമ്മള് ഹാലലിയ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ട്, ഹാലലിയ സ്തോത്രം, ഞാൻ പറയുന്നത്, നാം സ്നേഹിക്കുന്നതിനെ പോലും അല്പസമയം നമ്മളത് മാറ്റി നിർത്തേണ്ടതായിട്ട് വരും. ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഹാലലിയ ജോസഫിനെ പോലും അക്കരെ നിർത്തേണ്ട ഒരു അനുഭവം വരും. പല സമയത്തും ദൈവം നമ്മുടെ ഏകാന്തത അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അവന് നമ്മളോട് സംസാരിക്കുവാനായിട്ടുണ്ട്. അവന് നമ്മളോട് ഹാലലിയ സ്തോത്രം ഈ രാത്രികാലം ഇടപെടുവാനായിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ഒരു പുത്തൻ വഴിയുടെ, ഒരു പുത്തൻ ഉറവിടത്തിന്റെ, പുത്തൻ നന്മയുടെ ഹാലലിയ ഒരു പുതിയ സ്റ്റെപ്പിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാത്രി വെറുതെ വന്ന രാത്രിയല്ല, ഈ സന്ധ്യ വെറുതെ വന്ന സന്ധ്യയല്ല. ചില തീരുമാനങ്ങൾക്ക് വേണ്ടി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ സന്ധ്യയാണ്. ഹാലലിയ സ്തോത്രം. അനേക സമയങ്ങൾ ദൈവം അങ്ങനെ ഒരുക്കിയപ്പോഴും നമ്മളത് വൃഥാവാക്കി കളഞ്ഞു, നമ്മളത് പാഴാക്കി കളഞ്ഞു. നമ്മൾ വേണ്ട രീതിയിൽ അതിനെ ഉൾക്കൊണ്ടില്ല, വേണ്ട രീതിയിൽ നമ്മളെ കൺസിഡർ ചെയ്തില്ല. എന്നാൽ ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചില വ്യക്തികളോട് ദൈവാത്മാവ് ആലോചന അറിയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ ചില ദിവസങ്ങൾ, ചില രാത്രികൾ, ഹാലലിയ സ്തോത്രം, അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളെ ക്രമീകരിക്കാൻ ദൈവം ഒരുക്കിയ രാത്രികളായിരുന്നു. ഹാലലിയ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ചില പ്രതികൂലങ്ങൾ പുത്തൻ മേഖലകളിലൂടെ നിങ്ങളെ കൊണ്ടുപോയി ആനന്ദത്തിന്റെ പ്രഭാതത്തിലേക്ക് നിങ്ങളെ നടത്തുവാനായിട്ട് കൊണ്ടുപോകുന്ന വേദനകളായിരുന്നു. പക്ഷെ അതിനെ മനസ്സിലാക്കാതെ നമ്മൾ കടന്നുപോയി. എന്നാൽ പരിശുദ്ധാത്മാവ് ഞാനൊരു ദൂത് പറയട്ടെ, ഹാലലിയ, നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിലേക്ക് ദൈവം നമ്മളെ കൂട്ടിവരുത്തുകയാണ്. ഹാലലിയ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, അടുത്ത നിമിഷങ്ങൾ ദൈവം നമുക്ക് വിജയം നൽകുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. പ്രഭാതത്തിൽ കടന്നു വന്നിട്ട് ഹാലലിയ സ്തോത്രം മറിയയോട് പറയുകയാണ്, സ്ത്രീയെ, ഇനി നീ കരയണ്ട. നമുക്കറിയാം നയീന്റെ വിധവയുടെ കാര്യം നമുക്കറിയാം. നയീന്റെ വിധവ ഹാലലിയ അവരുടെ വീട്ടിൽ ഏറ്റവും മനോഹരമായ ഒരു ഫ്യൂണറൽ ശുശ്രൂഷ നടന്നു. ഹാലലിയ സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ ഇമോഷണലായിട്ട് പറയാൻ ഒത്തിരി പേർക്ക് ഉണ്ടായി കാണും. കാര്യം അപ്പം മരിച്ചുപോയി, തന്തയില്ലാത്തൊരു കുഞ്ഞാണ്. ഹാലലിയ, നിങ്ങൾ ശ്രദ്ധിക്കണമേ, ആ ഭവനത്തെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യണമേ. ആ വിധവയ്ക്ക് ഏക ആശ്രയമായിരുന്നൊരു മകൻ. ആ ഭവനത്തിൽ വലിയ ആഘോഷം ഞാൻ പറഞ്ഞത്, പലപ്പോഴും ഇപ്പം ഫ്യൂണറലൊക്കെ ആഘോഷമാണല്ലോ. ഹാലലിയ സ്തോത്രം. വലിയ ഗംഭീരമായ രീതിയിൽ സമൂഹം ആ ഭവനത്തിൽ ഒരു ഫ്യൂണറൽ ശുശ്രൂഷയൊക്കെ നടത്തി. ആ കുഞ്ഞിനെ കുറിച്ച് ഇനി ഒരു പ്രത്യാശയുമില്ലാതെ അവസാനത്തെ കർമ്മങ്ങളും നടത്തി വീട്ടിൽ നിന്ന് മഞ്ചത്തിൽ അവന്റെ ഡെഡ് ബോഡി ചുമന്നുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഹാലലിയ പട്ടണത്തിലേക്ക് എതിർപ്പെട്ടു വരുന്ന യേശുവിനെയും യേശുവിന്റെ കൂടെയുള്ള പുരുഷാരത്തെയും നമ്മൾ കാണുന്നില്ലേ? ഹാലലിയ, യേശു ബന്ധപ്പെട്ട ആ പട്ടണത്തിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് യേശു വേറെ ആരോടുമല്ല സംസാരിക്കുന്നത്, നേരെ ഈ മാതാവിന്റെ തിരികെ ചെന്നിട്ട് പറയുകയാണ്, നീ കരയണ്ട, ഇനി നീ കരയണ്ട. ഇതുവരെയുള്ള ഫ്യൂണറിന്റെ ഒരു മെസ്സേജും അല്ലെ ഫ്യൂണറൽ ശുശ്രൂഷയിൽ അനുശോചനം പറഞ്ഞവരാരും ഈ മാതാവിനോട് കരയണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ യേശു പറഞ്ഞു, നീ ഇനി കരയണ്ട, നിന്റെ കരച്ചിൽ ഞാൻ അവസാനിപ്പിക്കാൻ വന്നവനാണ്. ഇനി നീ കരയേണ്ടതായി വരികയില്ല. ഇനി ഈ വിഷയത്തെ ഓർത്ത് നീ കരയത്തില്ല. യേശു എന്ത് ചെയ്തു? മഞ്ചത്തിൽ തൊട്ടു. ചുമന്നവരോട് നിൽക്കുവാൻ പറഞ്ഞു. അവൻ മഞ്ചത്തിൽ തൊട്ടു. അവളുടെ മകനെ അവൻ ജീവങ്കലേക്ക് മടക്കിക്കൊണ്ടുവരുവാനായിട്ടിടയായി. പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് പറയട്ടെ. ഹാലലിയ സ്തോത്രം. ഈ ലോകത്തിന്റെ സമാധാനം, ഈ ലോകം നൽകുന്ന ആശ്വാസം, ഹാലലിയ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഹാലലിയ പല ഫ്യൂണറലിനും ഹാലലിയ പ്രോഗ്രാമുകൾ പിടിക്കുവാനായിട്ട് പലരും തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഫ്യൂണറൽ ശുശ്രൂഷയ്ക്കൊക്കെ പാട്ട് പ്രോഗ്രാം ബുക്ക് ചെയ്യാനും ഹാലലിയ സ്തോത്രം പെട്ടി പോലും കച്ചവടം ചെയ്യാനായിട്ട് കൊതിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഹാലലിയ സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി മഞ്ചം പോലും റെഡി ആയിട്ട് ഇരിപ്പുണ്ടാകാം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹാലലിയ സമയത്തിന് മുമ്പേ നിന്നെ ഇല്ലാതാക്കുന്ന, സമയത്തിന് മുമ്പേ ഹാലലിയ മരണത്തിന് നിന്നെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഒരുക്കി വരിക്കുന്ന ശത്രുവിനെ
ഹാലലി അനാവശ്യമായി നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന വിലാപത്തെ, ഹാലലി അനാവശ്യമായി നിന്റെ ഭവനത്തിൽ കയറി വരുവാൻ ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന വിലാപത്തെ, നിന്നെ ഒടുക്കി കളയുവാനായിട്ട് ശത്രു നോട്ടമിട്ടിരിക്കുന്ന ഹാലലി വിലാപത്തിന്റെ അവസ്ഥകളെ ദൈവം അത് മാറ്റി അത് നൃത്തമാക്കും. ദൈവം അതിനെ തിരുത്തി എഴുതും. ദൈവം അതിനെ മാറ്റി എഴുതും. ഹാലലി നിങ്ങൾക്കറിയാമോ, യായിറോസിന്റെ ഭവനത്തിൽ ഹാലലി ആ കുഞ്ഞു മരിച്ചിട്ട് അധിക സമയമൊന്നും ആയിട്ടില്ല. പക്ഷെ യേശു എത്തിയപ്പോഴത്തേന് ഹാലലി കുഴലൂത്തുകാരും ഹാലലി കരയുന്നവരും വിലാപം ചെയ്യുന്നവരും എല്ലാം അവിടെ ഉണ്ട്. ഹാലലി എത്ര പെട്ടെന്നാണ് അവരവിടെ കടന്നു കയറിയത്. ഹാലലിയ സ്തോത്രം. ആ വിലാപ വീട്ടിൽ കരച്ചിൽ കുറവാണെങ്കിൽ ആ കരച്ചിലിന്റെ കുറവ് പോലും തീർക്കാനായിട്ട് റെഡിയായി നിൽക്കുന്ന ആൾക്കാർ, വിലാപം കഴിക്കുന്നവർ. ഹാലലിയ സ്തോത്രം. ആ പശ്ചാത്തലത്തിൽ അങ്ങനെയായിരുന്നു. ഹാലലിയ സ്തോത്രം. ഒരു വീട്ടിൽ ഒരു മരണമുണ്ടായാൽ, ഒരു വിലാപമുണ്ടായാൽ, ഹാലലി ആ വീട്ടിൽ ഇനി കരയാൻ ആൾ കുറവാണെങ്കിൽ ആ വീട് മാക്സിമം വിലാപ വീടാക്കി മാറ്റുവാൻ കൂലിക്ക് കരയാൻ വരുന്ന ആൾക്കാർ അന്നുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു ദൂത് പറയട്ടെ. ഹല്ലേലൂയ. അനേക കുടുംബങ്ങളെ വിലാപ വീടാക്കി മാറ്റുവാൻ, അനേക കുടുംബങ്ങളുടെ വിലാപം അത് ഹാലലി അതൊരു അവസാനത്തിൽ ഒരു മരണ വീടാക്കി അത് മാറ്റുവാൻ, പല രാത്രികളും പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് പോകുന്ന, പല പ്രശ്നങ്ങളും മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഹാലലിയ മെന്റൽ പ്രഷർ കൊണ്ടുവന്നിട്ട് അറ്റാക്കുകളിലേക്ക് മാറ്റിക്കളയുന്ന, എനിക്കറിയത്തില്ല, ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയാൻ തന്നെ പറയുകയാണ്. ഹാലലി പിടിച്ചു നിൽക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ ഹാലലിയ പ്രശ്നങ്ങളെ കൊണ്ടുവന്ന് ഹാലലി അടുത്തൊരു തലം മരണമെന്ന് വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു, ഹാലലി അവൻ നിന്റെ വീട്ടിലെ കുഴലൂത്തുകാരെ അവൻ ഇന്ന് ശാസിക്കുന്നുണ്ട്. ഹാലലി നിന്റെ വീട്ടിൽ കടന്നു കയറുവാനായിട്ട് ശ്രമിക്കുന്ന സകല ദുഷ്ട വ്യാപാരങ്ങളെയും യേശു ശാസിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിന്റെ വീട് വിലാപ വീടാക്കി തീർക്കാനല്ല ഈ കരച്ചിൽ വന്ന് രാപാർക്കുന്നത്. പ്രഭാതത്തിൽ നിനക്കൊരു ആനന്ദഘോഷം അവൻ വെച്ചിട്ടുണ്ട്. ഹാലലിയ സ്തോത്രം. ഒരുപക്ഷെ ഫറവോനും സൈന്യവും ഹാലലിയ നഷ്ടപ്പെട്ടതുപോലെ നീ നഷ്ടപ്പെടുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഹാലലിയ സ്തോത്രം. നിന്നെ സുരക്ഷിതമായി അക്കരെ കടത്തുന്നത് ദൈവ സാന്നിധ്യമാണ്. ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ സംസാരിക്കുകയാണ്. എനിക്കറിയാം നീ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഇവിടെ ഞാൻ സമർപ്പണത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. ഇവിടെ ഉള്ള ഡിവൈസുകൾ നിങ്ങൾ ദൈവസേനയിൽ ഒരു സമർപ്പണത്തിന് വേണ്ടി ഹാലലിയ നിങ്ങളെ ഒന്ന് ഒരുക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ചില ഭവനങ്ങളെ വിലാപ ഭവനങ്ങളാക്കി ദൈവാത്മാവിനോട് സംസാരിക്കുന്നു. ഹാലലിയ ചില ദുഃഖങ്ങൾ ഹാലലിയ അത് തീവ്രത കൂട്ടിക്കൊണ്ട് അതിനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശത്രു ശ്രമിക്കുന്നുണ്ട്. ഹാലലിയ ആനന്ദഘോഷം ഇല്ലാതെയാക്കുവാൻ ശത്രു ശ്രമിക്കുന്നുണ്ട്. ഹാലലിയ നിന്റെ ജീവിതത്തിൽ ഒരു പ്രഭാതം നീ നിലനിൽക്കില്ലെന്ന് ആഗ്രഹിക്കുന്ന ഹാലലിയ ദുഷ്ടശക്തികളുണ്ട്. ഈ രാത്രി കൊണ്ട് നിന്നെ ഒടുക്കി കളയുമെന്ന് ഹാലലിയ ശത്രു വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ഹാലലിയ ഞാൻ ഭീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ഹാലലിയ ദൈവത്തെ ആശ്രയിക്കുന്ന പോലെ അതൊന്നും തൊടുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഈ രാത്രികാലം ഒരു സമർപ്പണത്തിന് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹാലലിയ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഹാലലിയ ഒരു മറിയ ആ കല്ലറയുടെ മുമ്പിൽ മറിയ അനുഭവിച്ച സമാധാനം, അല്ലെങ്കിൽ ആ കല്ലറയുടെ മുമ്പിൽ മറിയ അനുഭവിച്ച ആ ഒരു സ്വാതന്ത്ര്യം. ഹാലലിയ സ്തോത്രം. ആ നയിലെ വിധവയുടെ മകൻ മരിച്ചപ്പോൾ അവിടെ ആ ഭവനത്തിന്റെ ദുഃഖത്തെ മാറ്റി നൃത്തമാക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഹാലലിയ സ്തോത്രം. എത്രയോ നെഗറ്റീവ് സാഹചര്യങ്ങളെ ഒറ്റയടിക്ക് തിരിച്ച് അത് സന്തോഷത്തിന്റെ അനുഭവങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ, യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശുവിന്റെ സാന്നിധ്യത്തിന് മാത്രമേ ഈ രാത്രിയിൽ വരുന്ന വെല്ലുവിളികളെ നേരിടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നാലായാമത്തിൽ അവന്റെ സാന്നിധ്യം ഒരു അസാധാരണ സാന്നിധ്യമായി ഇറങ്ങി വരും. ദൈവാത്മാവ് അത് വെളിപ്പെടുത്തിയാണ്. കാരണം അവൻ ഇറങ്ങി വരാതിരിക്കാൻ കഴിയത്തില്ല. അവൻ നിന്നെ വിളിച്ചവനാണ്. അവൻ നിന്നെ അവന്റെ കൃപയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാണ്. അവൻ നിന്നെ തിരഞ്ഞെടുത്തതാണ്. കൂട്ടുകാരിൽ അധികമായി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യാമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഹാലലിയ. കൂരിൽ താഴ്വരയിൽ കൂടി കടന്നാലും ഹാലലിയ 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, മരണ നിഴലിൻ താഴ്വരയിലൂടെ ഞാൻ കടന്നുപോയാലും ഹാലലിയ അവൻ നമ്മളെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല. ഹാലലൂയ, ഹാലലൂയ.
ഹല്ലേലൂയ, അവൻ ജീവങ്കലേക്ക് നടത്തുന്ന ദൈവമാണ്. നിനക്ക് വേണ്ടി ചില പച്ച പുൽപ്പുറങ്ങളെ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. മേത്തരമായ എണ്ണ കൊണ്ട് അവൻ നിന്നെ അഭിഷേകം ചെയ്യുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ആലോചന പറയുന്നു. തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ തലമുറയെ ഈ ലോകത്തിൽ നിന്നാപാത്രമാക്കുവാൻ അവൻ അനുവദിക്കത്തില്ല. നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ രട്ടെടുത്ത് നിൽക്കുന്ന ചില അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ അവൻ നിന്റെ രട്ടിനെ അഴിക്കും. നിന്നെ വിലാപത്തിന്റെ ആ അവസ്ഥയിൽ നിന്ന് അവൻ നിന്നെ നൃത്തത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയാകും. പരിശുദ്ധാത്മാവ് പറയുന്നു, വിളിച്ചു പറയുന്നു, ഈ രാത്രികാലം ഒരു വിടുതൽ നമുക്ക് അവകാശമായി അവൻ വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ എന്താണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? സ്വന്തം വേറൊരു ഭാഗത്തോടെങ്കിൽ സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല. പല ചിന്തകൾ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നു, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, സമർപ്പണത്തിന് വേണ്ടി ചില നിമിഷങ്ങൾ നമ്മൾ ഒരുങ്ങേണ്ടത് ആവശ്യമായിട്ടിരിക്കുന്നു. ഈ രാത്രിയിൽ ദൈവാത്മാവ് പറയുകയാണ്, ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവാത്മാവ് പറയുന്നു, ഒരു നല്ല പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നാളെ ദൈവം തുടങ്ങുവാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഒരു സമർപ്പണം അത്യാവശ്യമാണ്. ദൈവമേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. യാക്കോബ് പറഞ്ഞതുപോലെ കുറവുകളെ നമുക്ക് ദൈവത്തിന് ഏറ്റുപറയാം. ദൈവം പറയാ, നമ്മുടെ ദൈവത്തോട് കുറവുകൾ ഏറ്റുപറയുന്നതിന് നമ്മൾ എന്തിനാ മടിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. എത്രയോ പരീക്ഷന്മാര് വന്നിരിക്കുമ്പോ, എത്രയോ വലിയ വലിയ ആൾക്കാർ സദ്യക്ക് ഇരിക്കുമ്പോ, അവന്മാരെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരിക്കുമ്പോ, ഒരു സ്ത്രീ വന്ന് കരയുകയാണ് യേശുവിന്റെ പാദപീഠത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. അവൾ കരയുകയാണ്, കണ്ണുനീര് കൊണ്ട് അവൾ അവന്റെ പാദം നനയ്ക്കുകയാണ്. എന്തിനു വേണ്ടി? അവൾക്കൊരു വിടുതൽ അത്യാവശ്യം. നമുക്കൊരു വിടുതൽ അത്യാവശ്യമാണ്. അതിന് നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് ഒന്നും നോക്കണ്ട. അല്ലാതെ തന്നെ നമ്മൾ ആരുടെ മുമ്പില? ദൈവത്തിന്റെ മുമ്പിലല്ലേ? രഹസ്യത്തിലുള്ള നമ്മുടെ പിതാവിനോടാണ് നമ്മൾ കരയുന്നത്. തീർച്ചയായിട്ടും അവൻ നമുക്ക് വേണ്ടി ഒരു അത്ഭുത നന്മ ചെയ്യും. ഈ രാത്രി വിജയത്തിന്റെ രാത്രിയായി ദൈവത്തിന്റെ ആത്മാവാണ്. പ്രഭാതയാമത്തിൽ അവൻ അഗ്നിമേഘ സ്തംഭങ്ങളുടെ ഇടയിലൂടെ ഫറവോനെ നോക്കിയതുപോലെ നമുക്ക് വേണ്ടി ഹല്ലേലൂയ, സ്തോത്രം, നിരാശ കരുതി കൂട്ടി വെച്ചിരിക്കുന്ന ശത്രുവിനെ അവൻ ഈ രാത്രി നോക്കുവാനായിട്ട് ഇടയാവും. അതിനായി നമുക്ക് സമർപ്പിക്കാം. ഈ പ്രാർത്ഥന നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ദൈവാത്മാവ് പറയുന്നത്, ഇപ്പോൾ ഈ മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്താലും ഈ രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുക. ദൈവമേ, എനിക്കൊരു ആനന്ദഘോഷം വേണം, എനിക്കൊരു ആനന്ദഘോഷം വേണം, എനിക്കൊരു ആനന്ദഘോഷം വേണം. കാരണം ഹല്ലേലൂയ, നിന്റെ പ്രസാദം ജീവപര്യന്തമുള്ളതാണ്. അതെനിക്ക് വേണം. ഹല്ലേലൂയ, ഞാൻ എന്റെ ഭവനത്തിൽ ഒരു വിലാപ വീടായി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. എനിക്കൊരു ആനന്ദഘോഷം വേണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവസരങ്ങൾ ഒരുക്കിയ ദൈവദാസന്മാർക്ക് ദൈവസഭയ്ക്ക് നന്ദി അറിയിച്ചു.